റെക്കോർഡിംഗ് ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇത് ചെയ്തോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. രാധ. ഓം ഗം ഗണപതേ നമ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വിഘ്നേശ്വര മഹാഭാഗ സർവലോക നമസ്കൃത മയാരബ്ധം ഇദം കർമ്മം നിർവിഘ്നം കുരു സർവദാ. ഓം സംസരസ്വത്यै നമഃ. പ്രകാശമധ്യസ്ഥിതചിൽ സ്വരൂപാം വരാഭയേ സന്തതതി ത്രിനേത്രാം സിന്ദൂരവർണാഞ്ചിത കോമളാംഗീം മായാമയീം തത്വമയീം നമാമി. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാര്യമന്യാനസ്മദ്ഗുരൂൻ സാന്തതമാനതോസ്മി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണായെന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും ഏറ്റവും അന്ത്യകാലേ. ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരിഃ ഓം. ധ്യാനിക്കുന്നു ഞാൻ അമ്മേ ഭഗവദ്ഗീതേ, 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയമർജുനനായി ഉപദേശിച്ചതാമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിനുറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ. വേദാംഗങ്ങൾ, പദക്രമങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ. യോഗനിഷ്ഠർ ധ്യാന ദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ. ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ. ആ ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവദ്ഗീത 6-ാം അധ്യായം 8-ാം ശ്ലോകം. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മകാഞ്ചനഃ.
ശാസ്ത്രപഠനം കൊണ്ടു ജ്ഞാനം നേടി അതിനെ മനനം ചെയ്തു നേടും അനുഭവജ്ഞാനം കൊണ്ടു സംതൃപ്തനായും ഇന്ദ്രിയങ്ങളെ വിജയിച്ച് യാതൊന്നിനാലും ഇളകാതെ മൺകട്ടയും കല്ലും സ്വർണവും ഒരുപോലെ കാണുന്ന യോഗി യോഗാരൂഢനാകുന്നു. യോഗ സാക്ഷാത്കാരമടഞ്ഞവൻ സ്വയം മാറ്റങ്ങൾക്കു വിധേയമാകാതെ മറ്റുള്ളവയ്ക്ക് മാറ്റമേകാൻ സുദൃഢം ഉറച്ചിളക്കമില്ലാതെ കൂടം പോൽ നിലകൊള്ളുന്ന യോഗി കൂടസ്ഥനാകുന്നു. സാക്ഷീഭാവത്തിൽ പരമാത്മാവിനെ പോലെ സമദൃഷ്ടിയാം യോഗി കാണുന്നു എല്ലാം ഒന്നായി ബ്രഹ്മമായി. ഉറക്കമുണർന്നവൻ സ്വപ്നവസ്തുവിനെ കാണുന്ന പോലെ മണ്ണും കല്ലും സ്വർണവും യോഗി കാണുന്നതൊരുപോലെയാം. ആത്മാനന്ദാനുഭവത്തിൽ കൊള്ളാനും തള്ളാനുമില്ലൊന്നുമേ. ശാസ്ത്രപഠനം കൊണ്ടു ജ്ഞാനം നേടി അതിനെ മനനം ചെയ്തു നേടും അനുഭവജ്ഞാനം കൊണ്ട് സംതൃപ്തനായും ഇന്ദ്രിയങ്ങളെ വിജയിച്ച് യാതൊന്നിനാലും ഇളകാതെ മൺകട്ടയും കല്ലും സ്വർണവും ഒരുപോലെ കാണുന്ന യോഗി യോഗാരൂഢനാകുന്നു. യോഗ സാക്ഷാത്കാരമടഞ്ഞവൻ സ്വയം മാറ്റങ്ങൾക്കു വിധേയമാകാതെ മറ്റുള്ളവയ്ക്കു മാറ്റമേകാൻ സുദൃഢം ഉറച്ചിളക്കമില്ലാതെ കൂടം പോൽ നിലകൊള്ളുന്ന യോഗി കൂടസ്ഥനാകുന്നു. സാക്ഷീഭാവത്തിൽ പരമാത്മാവിനെ പോലെ സമദൃഷ്ടിയാം യോഗി കാണുന്നു എല്ലാം ഒന്നായി ബ്രഹ്മമായി. ഉറക്കമുണർന്നവൻ സ്വപ്നവസ്തുവിനെ കാണുന്ന പോലെ മണ്ണും കല്ലും സ്വർണവും യോഗി കാണുന്നതൊരുപോലെയാം. ആത്മാനന്ദാനുഭവത്തിൽ കൊള്ളാനും തള്ളാനുമില്ലൊന്നുമേ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃത്തുക്കൾ ശത്രുക്കൾ ഇവ രണ്ടിലും പെടാത്തവർ, മധ്യസ്ഥന്മാർ തന്നെ വെറുക്കുന്നവർ, ബന്ധുക്കൾ, പുണ്യവാന്മാർ, പാപികൾ എന്നിവരെയൊക്കെയും ഒരുപോൽ സമബുദ്ധിയിൽ കാണുന്നവൻ അതിവിശിഷ്ടൻ. ബ്രഹ്മനിഷ്ഠൻ എല്ലാരെയും ഒരുപോൽ സ്നേഹിക്കുന്നു. എല്ലാവരിലും അയാൾ കാണുന്നു പരമ്പൊരുളതിനാൽ ആരെയും വെറുക്കുവാനാവില്ല അയാൾക്ക്, പാപികളെയും. ബ്രഹ്മമെല്ലാവരിലും ഒരുപോൽ വ്യാപരിച്ചിരിക്കുമ്പോൾ ഞാനും അപരനും എന്ന ഭേദചിന്തയുണ്ടാകയില്ല തെല്ലും. സുഹൃത്തുക്കൾ ശത്രുക്കൾ ഇവ രണ്ടിലും പെടാത്തവർ, മധ്യസ്ഥന്മാർ തന്നെ വെറുക്കുന്നവർ, ബന്ധുക്കൾ, പുണ്യവാന്മാർ, പാപികൾ എന്നിവരൊക്കെയും ഒരുപോൽ സമബുദ്ധിയിൽ കാണുന്നവൻ അതിവിശിഷ്ടൻ. ബ്രഹ്മനിഷ്ഠൻ എല്ലാരെയും ഒരുപോൽ സ്നേഹിക്കുന്നു. എല്ലാവരിലും അയാൾ കാണുന്നു പരമ്പൊരുളതിനാൽ ആരെയും വെറുക്കുവാനാവില്ല അയാൾക്ക്, പാപികളെയും. ബ്രഹ്മമെല്ലാവരിലും ഒരുപോൽ വ്യാപിച്ചിരിക്കുമ്പോൾ ഞാനും അപരനും എന്ന ഭേദചിന്തയുണ്ടാകയില്ല തെല്ലും. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീ യത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. ഒറ്റയ്ക്കൊരു വിജനസ്ഥലത്തിരുന്നന്തഃകരണങ്ങളെ യോഗി ആശലേശം കൂടാതെ നിയന്ത്രിച്ചടക്കി നിർത്തണം സദാ. ഒന്നും സ്വരുക്കൂട്ടി വയ്ക്കാതെ, ഒന്നും തൻ്റേതെന്നു കരുതാതെ മനസ്സിനെ ധ്യാനത്തിൽ ഏകാഗ്രമാക്കി നിർത്തണം എപ്പോഴും. ഒറ്റയ്ക്കൊരു വിജനസ്ഥലത്തിരുന്നന്തഃകരണങ്ങളെ യോഗി ആശലേശം കൂടാതെ നിയന്ത്രിച്ചടക്കി നിർത്തണം സദാ. ഒന്നും സ്വരുക്കൂട്ടി വയ്ക്കാതെ, ഒന്നും തൻ്റേതെന്നു കരുതാതെ
മനസ്സിനെ ധ്യാനത്തിൽ ഏകാഗ്രമാക്കി നിർത്തണം എപ്പോഴും. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാദിനീചം ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. അധികമുയരത്തിലും താഴെയുമല്ലാതുള്ള ശുചിയുള്ള ഇടത്തിലായി ദർഭപ്പുല്ലു വിരിച്ചിട്ടതിൻ മുകളിൽ മാൻതോലും നൽത്തുണിയുമിട്ട് ആസനമുറപ്പിച്ച് ദേഹമൊട്ടുമിളകാതെ ധ്യാനത്തിനിരിക്കണം. മനസ്സു മറ്റൊന്നിലേക്കും വ്യാപരിക്കാതെ ഏകാഗ്രചിത്തനായി. അങ്ങിനെയുള്ളോരുറച്ച ഇടത്തിരുന്ന് മനോവൃത്തികൾ, ഇന്ദ്രിയ വ്യാപാരങ്ങൾ ഇവയെല്ലാം അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മവിശുദ്ധി നേടുക ലക്ഷ്യമാക്കി ശരീരവും മനസ്സും തയ്യാറാക്കി ധ്യാനയോഗം അഭ്യസിക്കണം. അധികം ഉയരത്തിലും താഴെയുമല്ലാതുള്ള ശുചിയുള്ളിടത്തായി ദർഭപ്പുല്ലു വിരിച്ചിട്ടതിൻ മുകളിൽ മാൻതോലും നൽത്തുണിയുമിട്ട് ആസനമുറപ്പിച്ച് ദേഹമൊട്ടുമിളകാതെ ധ്യാനത്തിനിരിക്കണം. മനസ്സു മറ്റൊന്നിലേക്കും വ്യാപരിക്കാതെ ഏകാഗ്രചിത്തനായി. അങ്ങിനെയുള്ളോരുറച്ച ഇടത്തിരുന്ന് മനോവൃത്തികൾ, ഇന്ദ്രിയ വ്യാപാരങ്ങൾ ഇവയെല്ലാം അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മവിശുദ്ധി നേടുക ലക്ഷ്യമാക്കി ശരീരവും മനസ്സും തയ്യാറാക്കി ധ്യാനയോഗം അഭ്യസിക്കണം. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तो യുക്ത ആസീത മത്പരഃ. ദേഹം, ശിരസ്, കഴുത്തിവ കുത്തനെ നേർവരയിൽ നട്ടെല്ലു നീർത്തിയിളകാതെ നിശ്ചലനായിരുന്നും കണ്ണുകൾ മൂക്കിൻ തുമ്പിലേക്ക് സസൂക്ഷ്മം നോക്കിയും ദൃഷ്ടി അങ്ങുമിങ്ങും തെന്നിമാറാതെ ശ്രദ്ധയോടെ ഭയരഹിതനായി പ്രശാന്തത നിറഞ്ഞ മനസ്സുമായി വിഷയവസ്തുക്കളിലേക്ക് ഇന്ദ്രിയങ്ങളെ വിടാതെ ബ്രഹ്മചാരി വ്രതനിഷ്ഠ പാലിച്ചു മനസ്സിനെ അടക്കിയും ആത്മാവിൽ തന്നെ വർദ്ധിത വീര്യം മനസ്സുറപ്പിച്ചും പരമാത്മാവാമെന്നെ മാത്രം ഏകലക്ഷ്യമാക്കിയും യോഗയുക്തനായിരിക്കണം ഒരു ധ്യാനയോഗി. ദേഹം, ശിരസ്, കഴുത്തിവ കുത്തന് നേർവരയിൽ നട്ടെല്ല് നീർത്തിയിളകാതെ നിശ്ചലനായിരുന്നും കണ്ണുകൾ മൂക്കിൻ തുമ്പിലേക്ക് സസൂക്ഷ്മം നോക്കിയും ദൃഷ്ടി അങ്ങുമിങ്ങും തെന്നിമാറാതെ ശ്രദ്ധയോടെ ഭയരഹിതനായി പ്രശാന്തത നിറഞ്ഞ മനസ്സുമായി വിഷയവസ്തുക്കളിലേക്ക് ഇന്ദ്രിയങ്ങളെ വിടാതെ ബ്രഹ്മചാരി വ്രതനിഷ്ഠ പാലിച്ചു മനസ്സിനെ അടക്കിയും ആത്മാവിൽ തന്നെ വർദ്ധിത വീര്യം മനസ്സുറപ്പിച്ചും പരമാത്മാവാം എന്നെ മാത്രം ഏകലക്ഷ്യമാക്കിയും യോഗയുക്തനായിരിക്കണം ഒരു ധ്യാനയോഗി. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാം അധിഗച്ഛതി. ഇങ്ങനെ വിഷയങ്ങളിൽ അഭിരമിക്കാതെ ചിത്തവൃത്തികളടക്കി സദാ മനസ്സിനെ സമ്യക്കായി നിലനിർത്തി വാഴുന്ന യോഗി ആത്മസ്വരൂപമാമെന്നിൽ മോക്ഷപരമാം പ്രശാന്തി അടയുന്നു. ജീവൻ സ്വസ്വരൂപമാം ബ്രഹ്മഭാവത്തിലേക്കുണർന്നിടുന്നു. ദേഹം നിശ്ചലമാക്കി മനസ്സടക്കി ബുദ്ധി ഏകാഗ്രമാക്കി ധ്യാനത്തിൽ മുഴുകുന്ന യോഗി ബ്രഹ്മാനന്ദമനുഭവിക്കുന്നു. ധ്യാനത്തിൻ പരകോടിയിൽ ധ്യാനക്രിയയുമൊടുങ്ങുമ്പോൾ ജീവബ്രഹ്മൈക്യാനുഭൂതി സാക്ഷാത്കരിക്കുന്നു യോഗി.
ഇങ്ങനെ വിഷയങ്ങളിൽ അഭിരമിക്കാതെ ചിത്തവൃത്തികളടക്കി സദാ മനസ്സിനെ സമ്യക്കായി നിലനിർത്തി വാഴുന്ന യോഗി ആത്മസ്വരൂപമാമെന്നിൽ മോക്ഷപരമാം പ്രശാന്തി അടയുന്നു. ജീവൻ സ്വസ്വരൂപമാം ബ്രഹ്മഭാവത്തിലേക്ക് ഉണർന്നിടുന്നു. ദേഹം നിശ്ചലമാക്കി മനസ്സടക്കി ബുദ്ധി ഏകാഗ്രമാക്കി ധ്യാനത്തിൽ മുഴുകുന്ന യോഗി ബ്രഹ്മാനന്ദമനുഭവിക്കുന്നു. ധ്യാനത്തിൻ പരകോടിയിൽ ധ്യാനക്രിയയുമൊടുങ്ങുമ്പോൾ ജീവബ്രഹ്മൈക്യാനുഭൂതി സാക്ഷാത്കരിക്കുന്നു യോഗി. നാത്യസ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനസ്നതഃ ന ചാദിസ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അമിതമായുണ്ണുന്നവനുണ്ടാവില്ല യോഗാനുഭൂതി അർജുന. അതുപോൽ ഒന്നും ഭക്ഷിക്കാതിരിക്കുന്നവനുമുണ്ടാവില്ലത്. അധികം ഉറങ്ങിക്കഴിയുന്നവനും ഉറക്കമുപേക്ഷിക്കുന്നവനും യോഗാനുഭൂതി കൈവരിക്കുവാനാവീല എന്നുമറിയണം. യോഗാനുഭൂതി തേടുന്ന സാധകർ ആഹാരവിഹാരങ്ങളിൽ നിയന്ത്രണം പാലിച്ച് കഴിയണം. ഇന്ദ്രിയ മനോബുദ്ധികളാൽ അകത്തേക്കു കയറുന്നതാം എല്ലാത്തിനും വേണം നിയന്ത്രണം. ശബ്ദം കാതുകൾക്കും കാഴ്ച കണ്ണുകൾക്കും വികാരം മനസ്സിനും വിചാരം ബുദ്ധിക്കും ആഹാരം, ഇവയെ എല്ലാം നിയന്ത്രിക്കണം. അമിതമായുണ്ണുന്നവനുണ്ടാവില്ല യോഗാനുഭൂതി അർജുന. അതുപോൽ ഒന്നും ഭക്ഷിക്കാതിരിക്കുന്നവനുമുണ്ടാവില്ലത്. അധികം ഉറങ്ങിക്കഴിയുന്നവനും ഉറക്കമുപേക്ഷിക്കുന്നവനും യോഗാനുഭൂതി കൈവരിക്കുവാനാവീല എന്നുമറിയണം. യോഗാനുഭൂതി തേടുന്ന സാധകർ ആഹാരവിഹാരങ്ങളിൽ നിയന്ത്രണം പാലിച്ച് കഴിയണം. ഇന്ദ്രിയ മനോബുദ്ധികളാൽ അകത്തേക്കു കയറുന്നതാം എല്ലാത്തിനും വേണം നിയന്ത്രണം. ശബ്ദം കാതുകൾക്കും കാഴ്ച കണ്ണുകൾക്കും വികാരം മനസ്സിനും വിചാരം ബുദ്ധിക്കും ആഹാരം, ഇവയെ എല്ലാം നിയന്ത്രിക്കണം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം മിതമായും യുക്തമായും കഴിച്ചും ഉചിതമാം വിനോദങ്ങളിലേർപ്പെട്ടും കർമ്മങ്ങൾക്കു യോജിച്ചതാം ചേഷ്ടയോടെ ഊർജം വിനിയോഗിച്ചും മിതമായുറങ്ങി ഉണർവോടെയിരിക്കുന്നവനു യോഗം ദുഃഖനിവാരകം. കർമ്മം നിഷ്കാമമെങ്കിലും അതിലൊട്ടുമൊട്ടാതെയും വികാരം കൊള്ളാതെയും വിവേകത്തോടെ അതു ചെയ്യണം. ഇவ்வித കർമ്മങ്ങൾ ആസക്തിയോടെ ചെയ്യുമ്പോൾ പുതുവാസനകളുണ്ടാക്കി അവ നമ്മെ കൂടുതൽ ബന്ധിക്കുന്നു. വിനോദങ്ങളിലേർപ്പെട്ടും കർമ്മങ്ങൾക്ക് യോജിച്ചതാം ചേഷ്ടയോടെ ഊർജം വിനിയോഗിച്ചും മിതമായുറങ്ങി ഉണർവോടെ ഇരിക്കുന്നവന് യോഗം ദുഃഖനിവാരകം. കർമ്മം നിഷ്കാമമെങ്കിലും അതിലൊട്ടുമൊട്ടാതെയും വികാരം കൊള്ളാതെയും വിവേകത്തോടെ അതു ചെയ്യണം. ഇவ்வித കർമ്മങ്ങളും ആസക്തിയോടെ ചെയ്യുമ്പോൾ പുതുവാസനകളുണ്ടായി അവ നമ്മെ കൂടുതൽ ബന്ധിക്കുന്നു. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. ഉചിതം വേണ്ട പോൽ നിയന്ത്രിച്ച മനമോടെ കാമ്യവസ്തുക്കളിൽ തൃഷ്ണാലേശവും കൂടാതെ ആശാപാശങ്ങളിൽ നിന്നു നിർമുക്തനായി ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിലകൊള്ളുന്നവൻ വിഷയാസക്തി വിട്ടവൻ യോഗയുക്തനാവുന്നു. പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹം, ധനസമ്പാദനം, കർമ്മകുശലത എല്ലാത്തിലും ഒട്ടാതെ നേടണം.
ഉചിതം വേണ്ട പോൽ നിയന്ത്രിച്ച മനമോടെ കാമ്യവസ്തുക്കളിൽ തൃഷ്ണാലേശവും കൂടാതെ ആശാപാശങ്ങളിൽ നിന്നു നിർമുക്തനായി ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിലകൊള്ളുന്നവൻ വിഷയാസക്തി വിട്ടവൻ യോഗയുക്തനാവുന്നു. പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹം, ധനസമ്പാദനം, കർമ്മകുശലത എല്ലാം അവയിൽ ഒട്ടാതെ നേടണം. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യദചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. കാറ്റില്ലാത്തിടത്ത് കൊളുത്തിവച്ച വിളക്കിലെ ദീപം പോലെ മനസ്സേകാഗ്രമാക്കിയ യോഗി നിശ്ചലനായിരിക്കുന്നു. ഉയർന്നും താഴ്ന്നുമുണ്ടാവും വിഷയാശകൾ മനസ്സിളക്കുന്നു. ആത്മധ്യാനത്തിൽ ഉറച്ച മനസ്സ് ഇളകാത്ത ദീപനാളം പോലെ തെളിഞ്ഞു വിളങ്ങുന്നു. അകമേ പ്രശാന്തിയടഞ്ഞതിനാൽ കാറ്റില്ലാത്തിടത്ത് കൊളുത്തിവച്ച വിളക്കിലെ ദീപം പോലെ മനസ്സേകാഗ്രമാക്കിയ യോഗി നിശ്ചലനായിരിക്കുന്നു. ഉയർന്നും താഴ്ന്നുമുണ്ടാവും വിഷയാശകൾ മനസ്സിളക്കുന്നു. ആത്മധ്യാനത്തിൽ ഉറച്ച മനസ്സ് ഇളകാത്ത ദീപനാളം പോലെ തെളിഞ്ഞു വിളങ്ങുന്നു. അകമേ പ്രശാന്തിയടഞ്ഞതിനാൽ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഞാൻ 19 വരെ ചെയ്തിട്ടുള്ളൂ, ബാക്കി ചെയ്തുകൊണ്ടിരിക്കുക. 20, 21 ഇതില് ചേട്ടൻ പറയായിരിക്കും, അത് കുറെ ഭാഗങ്ങൾ നമുക്ക് റിപ്പറ്റീഷൻ ആയിട്ട് തോന്നും. യോഗയുക്തനായ ആളുടെ ലക്ഷണം, യോഗയുക്തൻ എങ്ങനെ ഇരിക്കണം. പക്ഷെ അത് വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങളും ഉണ്ട്. അധികം ഉയർന്ന സ്ഥലത്തല്ലാതെ, അധികം താഴ്ന്ന സ്ഥലത്തല്ലാതെ എങ്ങനെയൊക്കെ ആസനം ശരിയാക്കണം, എങ്ങനെ കണ്ണ്, ദേഹം എങ്ങനെ ഇരിക്കണം, പിന്നെ ശ്വാസം എങ്ങനെ എടുക്കണം, പിന്നെ മാത്രമല്ല കണ്ണ് എവിടെ ദൃഷ്ടി പതിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിനകത്ത് കുറെ ഉള്ളത്. അത് ചില ഭാഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് തോന്നും. അത് പിന്നെ കുറെ ഉള്ളത് യോഗയുക്തന്റെ ലക്ഷണം പറയുന്നുണ്ട്. പിന്നെ എത്ര എത്ര നല്ല കർമ്മങ്ങളായാലും അവയിൽ ആസക്തി കൂടാതെ, അവയിൽ ഒട്ടാതെ നോക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മള് എത്ര നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ആ മമത്വം ഒട്ടലും ഉണ്ടായിപ്പോയിരുന്നാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് കഴിയുകയില്ല. അത് ഭരതന്റെ കഥ ഭാഗവതത്തിൽ അത് പറയുന്നതാണല്ലോ. എത്ര 2 ജന്മം അദ്ദേഹത്തിന് വീണ്ടും എടുക്കേണ്ടി വരുന്നു ആ ഒരു മാൻകുട്ടിയെ ആസക്തിയോടുള്ള ആസക്തി കാരണം. പറഞ്ഞ പോലെ പല ഭാഗങ്ങളിലും നമുക്ക് റെപ്പറ്റീഷൻ ഉള്ളതുപോലെ തോന്നും. ഈ സമലോഷ്ടാശ്മകാഞ്ചന എന്ന് പറയുന്നത് 16-ാമത്തെ അധ്യായത്തിലാണ് ആണെന്ന് തോന്നുന്നു. അവിടെ ഇതേ ശ്ലോകം തന്നെ ഏറെക്കുറെ ഇതേ ശ്ലോകം തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതായിട്ട് വായിക്കാനിടയാകും. വരുന്നുണ്ട്. അതെ അതെ. ഇത് ഇങ്ങനെയുള്ള വിശദീകരണം വരുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണോ യോഗി എന്ന് തോന്നും. അതായത് സമലോഷ്ടാശ്മക കാഞ്ചന എന്ന് പറയുകയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയോടും നായോടും കോഴിയോടും ഒന്നിനോടും ഒരു അടുപ്പവും കാണിക്കാതിരിക്കുന്ന ഒരാളാണോ ഈ യോഗി എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം നമുക്ക് വരാൻ വേണമെങ്കിൽ. പക്ഷെ ആരോടും ഒട്ടരുതെന്ന് പറയുമ്പോൾ ആ സംശയത്തിനൊരു നിവാരണം ആവുകയും ചെയ്യും. അങ്ങനെയുണ്ട്. സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സാറിന്റെ ഞാൻ റെക്കോർഡിങ്